വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ ജമ്മു കശ്മീർ പോളിംഗ് ബൂത്തിലേക്ക്. ആദ്യഘട്ടത്തിൽ ജമ്മുവിലെ 8-ഉം കശ്മീരിലെ 16 മണ്ഡലങ്ങൾ ജനവിധി രേഖപ്പെടുത്തും. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. അതേസമയം രണ്ടാം ഘട്ട പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ശ്രീനഗറിലെത്തും. അനന്ത, കുൽഗാം, ഷോപ്പിയാൻ, പുൽവാമ ജില്ലകളിലായി ദക്ഷിണ കശ്മീരിലെ 16 മണ്ഡലങ്ങളും ജമ്മുവിലെ 8 മണ്ഡലങ്ങളും ഉൾപ്പെടെ 24 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നത്. 10 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും നിറഞ്ഞ പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും പ്രകടമായിരുന്നു. മുൻപ് PDPയുടെ ശക്തി കേന്ദ്രമായിരുന്ന ദക്ഷിണ കശ്മീരിലെ മണ്ഡലങ്ങളിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും BJPയുടെ ശക്തമായ സാന്നിധ്യവും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റിമറിച്ചു. കൂടാതെ എഞ്ചിനീയർ റാഷിദ് MPയുടെ അവാമി ഇത്തിഹാദ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് പല മണ്ഡലങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയത് PDPക്കും നാഷണൽ കോൺഫറൻസിനും ഒരുപോലെ വെല്ലുവിളിയാണ്. ബിജ്ബെഹ്റ മണ്ഡലത്തിൽ മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി നാഷണൽ കോൺഫറൻസിന്റെ ബഷീർ അഹമ്മദുമായും BJPയുടെ സോഫി അഹമ്മദ് യൂസുഫുമായുള്ള ത്രികോണ പോരാട്ടം. കുൽഗാമിൽ 5ാം തവണ ജനവിധി തേടുന്ന മുഹമ്മദ് യൂസുഫ് തരിഗാമി, ധൂരുവിൽ AICC ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മീർ 3ാം തവണയും കളത്തിലിറങ്ങുന്നതുമാണ് ആദ്യഘട്ടത്തിലെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ. അതേസമയം രണ്ടാം ഘട്ട പ്രചാരണം ശക്തമാകുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മു കശ്മീരിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 90-ൽ 24 മണ്ഡലങ്ങൾ ജനവിധി രേഖപ്പെടുത്തുകയാണ്. നിരവധി പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ജമ്മു കശ്മീർ ജനത നിർഭയമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും വോട്ടെടുപ്പിലും ഭാഗമാകുന്നത്. ജമ്മുവിൽ നിന്നും സഞ്ജയ് കൗശലിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.